റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമസ്ത പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാനും ഉന്നത വിജയം കരസ്ഥമാക്കാനും ഉതകുന്ന രീതിയിൽ ഓരോ വർഷവും ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. അത്തരത്തിൽ എല്ലാ വിഷയങ്ങളുടെയും പ്രധാനപ്പെട്ട 50 ചോദ്യോത്തരങ്ങളടങ്ങിയ ഒരു വീഡിയോ സീരീസാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വീഡിയോകൾ മുഴുവനായിട്ട് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ 10ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ നോക്കൂ. ഒന്നാമത്തെ ചോദ്യം, അഖ്ദുൻ യഖ്തളിൽ ഇസ്തിഹ്ഫാള. അഖ്ദുൻ യഖ്തളിൽ ഇസ്തിഹ്ഫാള എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കലിനെ തേടുന്ന ഒരു ഇടപാടാണ്. അതേതാണ്? അൽ വഖഫു, അശ്ശിർക്കത്തു, അൽ വദിയത്തു. ഇതിലേതാണ്? നമുക്ക് ആദ്യത്തെ പാഠത്തിൽ തന്നെ പഠിച്ചുകൊണ്ട് സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയുണ്ടാവും. വദിയത്താണ് അല്ലേ? അഖ്ദുൻ യഖ്തളിൽ ഇസ്തിഹ്ഫാൾ വദിയത്താണ്. രണ്ടാമത്തത് അൽ വസിയ്യത്തു. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഓപ്ഷൻസുകൾ നോക്കൂ. 1 തബറുഉം ബിഹഖിൻ മുളാഫിൻ ലിമാ ബഅദൽ മൗത്തി. മരണാനന്തര കാലത്തേക്ക് ചേർത്തുകൊണ്ട് ഒരവകാശത്തെ മറ്റൊരാൾക്ക് ദാനം ചെയ്യൽ അല്ലേ? അതാണോ വസിയത്ത് എന്ന് പറഞ്ഞാൽ? അതല്ല ഇഖ്ബാറു ഷഖ്സി ബിഹഖിൻ അലൈഹി എന്നുള്ളതാണോ? ഒരു വ്യക്തിക്ക് മറ്റൊരാൾക്ക് നൽകാനുള്ള അവകാശത്തെ സ്ഥിരീകരിച്ച് പറയാം, അതാണോ? ഇതിലേതാണ്? ഫസ്റ്റത്തെ ആണല്ലേ വസിയത്ത് എന്ന് പറഞ്ഞാൽ. തബറുഉം ബിഹഖിൻ മുളാഫിൻ ലിമാ ബഅദൽ മൗത്തി എന്നാണ്. മരണാനന്തര കാലത്തേക്ക് ചേർത്തുകൊണ്ട് ഒരവകാശത്തെ മറ്റൊരാൾക്ക് ദാനം ചെയ്യൽ, അതാണ് വസിയ്യത്ത്. ഇപ്പോൾ ഇഖ്ബാറു ഷഖ്സി ബിഹഖിൻ അലൈഹി എന്ന് പറഞ്ഞത് ഇഖ്റാറാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? അദ്ദിൽ അമാനത്ത ഇലാ മനി ഡാഷ് അല്ലേ? അദ്ദിൽ അമാനത്ത, അമാനത്തിനെ കൊടുത്തു വീട്ടുക. ആരിലേക്ക്? ഇലാ മനി എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഏതൊക്കെയാണ്? മൻ ഖാനക്ക എന്നാണോ? ഇത്തമനക്ക എന്നാണോ? വഅദക്ക എന്നാണോ? ഇത് നമ്മൾ പഠിച്ചത് നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചവനിലേക്ക് അമാനത്തിനെ കൊടുത്തു വീട്ടുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അറബി എന്താണ്? ഇത്തമനക്ക എന്നാണ്. കൂട്ടി പറയുമ്പോൾ അബ്ദിൽ അമാനത്ത ഇലാമനി ഇത്തമനക്ക എന്നാകും. നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചവനിലേക്ക് അമാനത്തിനെ നീ കൊടുത്തു വീട്ടുക എന്നർത്ഥം വരും. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി നാലാമത്തെ ചോദ്യം എന്താ? ഹൽ യസിഹു വഖ്ഫു ഊദിൽ ബഖൂർ അല്ലേ? ഊദിൽ ബഖൂർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? സുഗന്ധത്തിനൊക്കെ വേണ്ടിങ്ങാണ്ട് പുകക്കുന്ന ഊദുണ്ടല്ലോ, അത് വഖഫ് ചെയ്യൽ സ്വഹീഹാകുമോ എന്നാണ് ചോദ്യം. ഇവിടെ യസിഹു സ്വഹീഹാകും, ലാ യസിഹു സ്വഹീഹാകൂല എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുംകിനും കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇത് വഖഫ് ചെയ്യാൻ പറ്റുമോ? കാരണം അത് പുകച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപകാരം കിട്ടുന്നതോടുകൂടി എന്തായി? അത് നശിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ വഖഫ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ? ലാ യസിഹു എന്നാണ്, സ്വഹീഹാവുകയില്ല. ഇനി അഞ്ചാമത്തത് അന സാലിസു ശരീക്കൈൻ. അന സാലിസു ശരീക്കൈൻ. ഇനി അതിൻ്റെ കുറച്ചൊരു ഭാഗം കൂടി വിട്ടുപോയിട്ടുണ്ട്. ഡാഷ് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. മാലം യുഗർഗിർ, മാലം യത്തജിർ, മാലം യഹുൻ എന്നാണ്. എന്താണ് അന സാലിസു ശരീക്ക് എന്ന് പറഞ്ഞാൽ? 2 പങ്കാളികളിൽ ഒരാൾ മറ്റൊരാളെ വഞ്ചിക്കാത്തിടത്തോളം ഞാൻ അവരിൽ മൂന്നാമനായി ഉണ്ടാകുമെന്ന് അള്ളാഹു പറഞ്ഞ ഒരു ഹദീസ്, ഖുദ്സിയായ ഹദീസാണല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? മറ്റൊരാളെ വഞ്ചിക്കാത്തിടത്തോളം. അതിൻ്റെ അറബി മാലം യഹുൻ എന്നാണ്. അപ്പോൾ അതെങ്ങനെ വരിക? അന സാലിസു ശരീക്കൈനി മാലം യഹുൻ അഹദുഹുമാ എന്നും കൂടി പഠിച്ചിട്ടുണ്ട്. ഇനി ആറാമത്തത് ഹൽ യസിഹു വഖഫു ദാരി ബഅദ മൗത്തി അലൽ ഫുഖറാ. എന്താണ്? വഖഫ്തു ദാരി ബഅദ മൗത്തി അലൽ ഫുഖറാ. ദരിദ്രരുടെ മേൽ, എൻ്റെ മരണശേഷം ദരിദ്രരുടെ മേൽ എൻ്റെ വീടിനെ ഞാൻ വഖഫ് ചെയ്യുന്നു അല്ലെങ്കിൽ വഖഫ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അത് സ്വഹീഹാകുമോ എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് അത്? യസിഹു, ലാ യസിഹു, ലാ അദ്രി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. യസിഹു സ്വഹീഹാകും അല്ലേ? എൻ്റെ മരണശേഷം എൻ്റെ വീട് ഞാൻ
ദരിദ്രരുടെ മേൽ വഖഫ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് യസ്ഹു സ്വഹീഹാകുന്നതാണ്. ഇനി ഏഴാമത്തെ ചോദ്യം എന്താ? ഹക്കുമുൽ വസിയ്യത്തി, വസിയ്യത്തിൻ്റെ വിധി എന്താണ് എന്നാണ്. ജായിസാണോ, സുന്നത്താണോ, സുന്നത്തുൻ മുഅക്കദത്താണോ, ശക്തിയായ സുന്നത്താണോ? അതിൻ്റെ ആൻസർ സുന്നത്തുൻ മുഅക്കദത്ത് എന്നാണ്, ശക്തിയായ സുന്നത്താണ് അല്ലേ വസിയ്യത്ത്. ഇനി എട്ടാമത്തത് മാ മഅന റയ്ഉൻ, റയ്ഉൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? നികുതി എന്നാണോ, വരുമാനം എന്നാണോ, നഷ്ടം എന്നാണോ? റയ്ഉ വരുമാനാണ്. അപ്പോൾ അവിടെ അതാണ് ആൻസർ. ഒമ്പതാമത്തെ ചോദ്യം വമാ ലൈസ മിൻ ഫവായിദിൻ നിക്കാഹി, നിക്കാഹിൻ്റെ ഉപകാരങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചത്. നിക്കാഹിൻ്റെ ഉപകാരങ്ങളിൽ പെടാത്തത് അല്ലാത്തത് ഏതാണ്? ഇവിടെ ഏതൊക്കെയുള്ളത്? ഇത്തിബാഉ സുന്ന ഉണ്ട്. ഇത്തിബാഉ സുന്ന എന്ന് പറഞ്ഞാൽ നബിചര്യ പിൻപറ്റൽ അല്ലേ, ഹിഫ്ലുദ്ദീൻ, ദീനിനെ സംരക്ഷിക്കൽ, പിന്നെ നളറു കുല്ലി മിനൽ ഹറാം എന്നുണ്ട്. അപ്പോൾ ഇത്തിബാഉ സുന്നയും ഹിഫ്ലുദ്ദീനും ബഖാഉൻ നസ്ൽ, ഇതൊക്കെയാണ് നമ്മൾ നിക്കാഹിൻ്റെ ഉപകാരങ്ങളിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നളറു കുല്ലി മിനൽ ഹറാം അതിലില്ലാത്തതാണ്. അപ്പോൾ അതാണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത്, അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി 10ാമത്തെ ചോദ്യം മാതാ യൻവിൽ മുതസവ്വിജു ബിൻ നിക്കാഹി, നിക്കാഹ് കൊണ്ട് വിവാഹം ചെയ്യുന്ന ആൾ എന്താണ് നിയത്ത് ചെയ്യേണ്ടത്, എന്താണ് കരുതേണ്ടത് എന്നാണ്. എന്തൊക്കെ ഇവിടെ കൊടുത്തിട്ട് അൽ വത്തു അൽ ഇസ്തിംതാ, വത്തുവും സുഖാസ്വാദനങ്ങളൊക്കെയാണോ കരുതേണ്ടത്? അതല്ല നളറു കുല്ലും മിന സൗജൈനി ബഅദൽ അസ്മി എന്നുള്ളതാണോ? അസുന്നത്ത് വസൗന ദീനിഹി അല്ലേ. നളറു കുല്ലും മിന സൗജൈനി ബഅദൽ അസ്മി പറഞ്ഞാൽ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചുറപ്പിന് ശേഷം ഇണകൾ പരസ്പരം നോക്കൽ എന്നുള്ളതാണ്. അത് ഇതിൽ പെടുന്നതല്ലല്ലോ. പിന്നെ അസുന്നത്ത വസൗന ദീനിഹി, പ്രവാചകചര്യ പിൻപറ്റൽ, അതും അതേപോലെ തന്നെ ദീനിനെ സംരക്ഷിക്കലും. അപ്പോൾ അതാണ് കരുതേണ്ടത്. ഒരു നിക്കാഹ് കൊണ്ട് വിവാഹം ചെയ്യുന്ന ആൾ കരുതേണ്ടത് അസുന്നത്ത വസൗന ദീനിഹി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി 11ാമത്തെ ചോദ്യം അഖദു ഖൗലിൽ മുജ്തഹിദി മിൻ ഗൈരി മഅരിഫത്തി ദലീലിഹി എന്നുള്ളതാണ്. എന്താണ്? തെളിവുകളൊന്നും അറിയാതെ തന്നെ മുജ്തഹിദിൻ്റെ വാക്ക് സ്വീകരിക്കൽ. തെളിവുകളൊന്നും അറിയാതെ മുജ്തഹിദിൻ്റെ വാക്ക് സ്വീകരിക്കൽ മദ്ഹബ് എന്നാണോ അതിന് പറയാം? തഖ്ലീദ് എന്നാണോ? ഇഖ്റാർ എന്നാണ് പറയാം? തഖ്ലീദാണ് അല്ലേ. അഖദു ഖൗലിൽ മുജ്തഹിദി മിൻ ഗൈരി മഅരിഫത്തി ദലീലിഹി എന്ന് പറഞ്ഞാൽ തഖ്ലീദാണ്. ഇനി 12ാമത്തെ എന്താ? മാ ലൈസ മിനൽ മദാഹിബിൽ അർബഅ, 4 മദ്ഹബുകളിൽ പെടാത്തത് ഏതാണ്? മാലിക്കി, ഹംബലി, റാജിഹി എന്നാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മദ്ഹബുകളൊക്കെ അറിയണ്ടാവും. ഹംബലി, ഹനഫി, ഹംബലി, മാലിക്കി, ഷാഫിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് 4 റാജിഹി അതിലില്ലാത്തതാണ്. അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്യാം, അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി 13ാമത്തെ ചോദ്യം എന്താ? മാ മഅന തഖ്ലീദ്, തഖ്ലീദ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അനുകമ്പ, അനുകരിക്കൽ, തെളിവ്. എന്താണ്? അനുകരിക്കലാണ് അല്ലേ തഖ്ലീദ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. 14ാമത്തത് വലാ യൽമനുൽ വദിഉ ഇല്ലാ ഡാഷ്, എന്താണ്? ഇവിടെ ഡാഷോടൊന്ന് ചേർക്കാണ്ട് അതുകൊണ്ടല്ലാതെ സൂക്ഷിക്കാൻ ഏറ്റെടുത്ത ആൾ വദി എന്ത് ചെയ്യൂല? ഉത്തരവാദിയാകൂല. അതെന്തുകൊണ്ടാണ്? ബിത്തക്സീരി ബിത്തഖ്സീരി ബിൽ യമീനി, ബിത്തക്സീർ എന്ന കൂടുതലാക്കൽ കൊണ്ട്, ബിത്തഖ്സീരി പറഞ്ഞ വീഴ്ച വരുത്തൽ കൊണ്ട്, ബിൽ യമീനി പറഞ്ഞ സത്യം ചെയ്യൽ കൊണ്ട്. ഏതാണ്? വീഴ്ച വരുത്തൽ കൊണ്ടല്ലേ. അപ്പോൾ ബിത്തഖ്സീർ എന്നാണ്. വലാ യൽമനുൽ വദിഉ ഇല്ലാ ബിത്തഖ്സീരി എന്നാണ്. 15ാമത്തത് അർക്കാനുൻ നിക്കാഹി കം, നിക്കാഹിൻ്റെ റുക്നുകൾ എത്രനാണ് എന്നാണ്. നിക്കാഹിൻ്റെ റുക്നുകൾ എത്രനാണ്? ഖംസത്തുൻ അല്ലേ. ഇവിടെ അർബഅത്ത് 4 ഉണ്ട്, സിത്തത്ത് 6 ഉണ്ട്, ഖംസത്ത് 5 ഉണ്ട്. ഖംസത്താണ് അതിൻ്റെ ശരി ഉത്തരം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സൗജ്, സൗജത്ത്, വലിയ, ഷാഹിദാനി, സീഗൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി 16 യുസമ്മ എഴുത്തിറാഫൻ, എഴുത്തിറാഫ് എന്ന് പേര് പറയപ്പെടും. അതെന്തിനാണ് എഴുത്തിറാഫ് എന്ന് പേര് പറയപ്പെടുക? ബൈഇനാണോ, യമീനിനാണോ, ഇഖ്റാറിനാണോ? ഏതിനാണ്? ഇഖ്റാറിനാണ്. വയുസമ്മ എഴുത്തിറാഫൻ എന്ന് പറയുന്നത് ഇഖ്റാറിൻ്റെ മറ്റൊരു പേരാണ്. ഇനി 17ാമത്തത് അത്തമസ്സുക്കു ബി മദ്ഹബി മുഅയ്യനിൻ എന്നാണ്. നിർണ്ണയിക്കപ്പെട്ട മദ്ഹബ് കൊണ്ട് മദ്ഹബ് സ്വീകരിക്കൽ, നിർണ്ണയിക്കപ്പെട്ട മദ്ഹബുകൾക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കൽ. എന്താണ്? ലാ യജൂസു, യൽസമു, യഹ്റുമു. ലാ യജൂസു പറഞ്ഞാൽ അനുവദനീയമല്ല, യൽസമു പറഞ്ഞാൽ നിർബന്ധമാണ്, നിർബന്ധമാകും, യഹ്റുമു പറഞ്ഞാൽ ഹറാമാകുന്നതാണ്. എന്താണ് അതിൻ്റെ ആൻസർ? യൽസമു എന്നാണ് അല്ലേ. യൽസമു, യൽസമു അത്തമസ്സുക്കു ബി മദ്ഹബി മുഅയ്യനിൻ,
നിർണയിക്കപ്പെട്ട ഒരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ്. ഇനി 18ാമത്തെ ചോദ്യം എന്താ? മാ മഅന വിജാ ഉൻ. വിജാ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ എന്തൊക്കെയുള്ളത്? പരിജ, ശമനം എന്നൊക്കെ ഉണ്ട്. പിന്നെ തോൽ സഞ്ചി എന്നുണ്ട്, ശിക്ഷ എന്നുണ്ട്. വിജാ പറഞ്ഞാൽ എന്താണ്? പരിജ, ശമനം എന്നൊക്കെയാണ് അർത്ഥം. 19ാമത്തത് യുസന്നു നിക്കാഹു ഫി ഡാഷ്. നിക്കാഹ് സുന്നത്താക്കപ്പെടും. ഇനി എന്തിലാണ്? ഇവിടെ 3 ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ട്. യൗമൽ ഇസ്നൈനി തിങ്കളാഴ്ച, യൗമൽ ജുമുഅ പറഞ്ഞ വെള്ളിയാഴ്ച, യൗമൽ ഖമീസ് പറഞ്ഞ വ്യാഴാഴ്ച. ഇതിൽ ഏത് ദിവസത്തിലാണ് നിക്കാഹ് സുന്നത്താക്കപ്പെടുക? യൗമുൽ ജുമുഅ എന്നാണ്, വെള്ളിയാഴ്ച ദിവസത്തിലാക്കലാണ് അല്ലേ നിക്കാഹ് സുന്നത്തുള്ളത്. അപ്പോൾ അത് ആൻസറായിട്ട് വരും യൗമുൽ ജുമുഅ. 20ാമത്തത് മാലൈസ മിനൽ ഔറത്തിൽ പെടാത്തത് ഏതാണ്? അസ്സൗത്തു, ശബ്ദം. പിന്നെ അസ്സംതു, അൽ ഐനു എന്നൊക്കെ ഉണ്ട്. നമുക്കറിയാം അസ്സൗത്തു, മാലൈസ മിനൽ ഔറത്തി അസ്സൗത്തു, ശബ്ദം ഔറത്തിൽ പെടൂല. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 21ാമത്തത് നുത്തർജിമു എന്നാണ്. ഇവിടെ പരിഭാഷപ്പെടുത്താനാണ്. യുബാഹു നളറു വൽ മസ്സു ലിൽ ഇലാജി. അതിൻ്റെ അർത്ഥം ഇതിലെന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? അന്യസ്ത്രീയുടെ ശരീരഭാഗത്തേക്ക് മനഃപൂർവ്വം നോക്കരുത് എന്നാണോ അതിൻ്റെ അർത്ഥം? അതല്ല ശബ്ദം ഔറത്തല്ല എന്നാണോ? അതല്ല ചികിത്സക്ക് വേണ്ടി തൊടലും നോക്കലും അനുവദനീയമാണ്. ഇതിൽ ഏതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്? യുബാഹു ലെ അനുവദനീയമാകും, അന്നളറു നോക്കൽ, വൽ മസ്സു സ്പർശിക്കലും എന്ന് പറഞ്ഞാൽ തൊടലും, ലിൽ ഇലാജി പറഞ്ഞാൽ ചികിത്സ അല്ലെ, ലിൽ ഇലാജി പറഞ്ഞാൽ ചികിത്സക്ക് വേണ്ടി സ്പർശിക്കലും നോക്കലൊക്കെ അനുവദനീയമാണ്. അപ്പോൾ അതിൽ ഏതാണ്? ചികിത്സക്ക് വേണ്ടി തൊടലും നോക്കലും അനുവദനീയമാണ്. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. 22ാമത്തെ ചോദ്യം എന്താ? ബയ്യനൽ ഹുക്ം, വിധി വ്യക്താക്കാനാണ്. ഇഹ്തിജാബു അഫീഫത്തിൻ അൻഫാസിഖത്തിൻ. നല്ല ഒരു പെണ്ണ്, ചാരിത്രവതിയായ ഒരു പെണ്ണ് തെമ്മാടിയായ പെണ്ണിനെ തൊട്ട് അവളുടെ ശരീരത്തെ മറക്കൽ, അതിൻ്റെ വിധി എന്താണ് എന്നാണ്. അതിൻ്റെ ഓപ്ഷൻസിലൂടെ കൊടുത്തിട്ടുള്ളത് ഹലാലുൻ, വാജിബുൻ, സുന്നത്തുൻ എന്നാണ്. ഹലാലാണോ, വാജിബാണോ, സുന്നത്താണോ? ചാരിത്രവതിയായ നല്ല ഒരു പെണ്ണ് തെമ്മാടിയായ പെണ്ണിനെ തൊട്ട് അവളുടെ ശരീരത്തെ മറക്കൽ വാജിബാണ് അതിൻ്റെ ആൻസർ. പിന്നെ 23ാമത്തെ ചോദ്യം എന്താ? ഹൽ യസിഹു നിക്കാഹുൽ മുത്തഅത്തിൻ്റെ നിക്കാഹ് സ്വഹീഹാകുമോ, ശരിയാകുമോ എന്നാണ് അല്ലേ. മുത്തഅത്തിൻ്റെ നിക്കാഹ് അസ്സിവാജുൽ മുഅഖ്ഖത്തു നമ്മൾ പഠിച്ചില്ലേ, സമയം നിർണ്ണയിച്ചു കൊണ്ടുള്ള നിക്കാഹ് സ്വഹീഹാകുമോ? ലാ യസിഹു, സ്വഹീഹാവുകയില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. പിന്നെ അടുത്തത് 24ാമത്തെ ചോദ്യം. മാ മഅന മുസ്വാഹറത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അത് വിവാഹബന്ധം എന്നാണോ, വധു എന്നാണോ, അധികാരപ്പെട്ടവൾ എന്നാണോ? മുസാഹറത്ത് പറഞ്ഞാൽ വിവാഹബന്ധമാണ് അല്ലേ. അപ്പോൾ അവിടെ ടിക്ക് ചെയ്യാം, വിവാഹബന്ധം. 25ാമത്തത് അൽ ഖാലത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ഖാലത്ത് പറഞ്ഞാൽ ഹിയ, അവൾ അല്ലെങ്കിൽ അവർ എന്താണ്? ഉഖ്തു അബീക്ക, നിൻ്റെ പിതാവിൻ്റെ സഹോദരിയാണ്. അതാണോ? അതല്ല ഹിയ ഉഖ്തു ഉമ്മിക്ക, നിൻ്റെ ഉമ്മയുടെ സഹോദരി എന്നാണോ? അതല്ല മം വലദഹ അബവാക്ക ഔ അഹദുഹുമാ, അഥവാ മാതാപിതാക്കളോ അല്ലെങ്കിൽ രണ്ടിലൊരാളോ ജന്മം കൊടുത്തവൾ. ഇതിലാരാണ് ഖാലത്ത്? ഖാലത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഹിയ ഉഖ്തു ഉമ്മിക്ക, നിൻ്റെ ഉമ്മയുടെ സഹോദരിയാണ്. ഉമ്മയുടെ സഹോദരി നമ്മൾ ഇളയമ്മ എന്നൊക്കെ പറയല്ലോ. അപ്പോൾ ഈ ഉഖ്തു അബീക്ക എന്ന് പറഞ്ഞത് അത് അമ്മത്താണ് അല്ലേ, അമ്മത്താണ്. ഉഖ്തു അബീക്ക പിതാവിൻ്റെ സഹോദരി അമ്മത്താണ്. അതുപോലെ തന്നെ മൂന്നാമത് മൻ വലദഹ അബവാക്ക വഹദുഹുമ എന്ന് പറഞ്ഞാൽ ഉഖ്താണത്, സഹോദരിയാണ്. ഇവിടെ ഖാലത്തിൻ്റെ ആൻസർ ഹിയ ഉഖ്തു ഉമ്മിക്ക എന്നുള്ളതാണ്. 26ാമത്തെ ചോദ്യം. മം വലത്തഹ ഔ വലത്ത മം വലദഹ എന്ന് പറഞ്ഞാൽ, അഥവാ നീ ജന്മം കൊടുത്തവളോ അല്ലെങ്കിൽ നീ ജന്മം കൊടുത്തവൾക്കുണ്ടായവളോ എന്ന് പറഞ്ഞാൽ ആരാണ്? ബിൻത്താണോ, ഉഖ്താണോ, ഉമ്മാണോ? അത് ബിൻത്താണല്ലേ. നീ ജന്മം കൊടുത്തവൾ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം, അത് ബിൻത്താണ്, മകളാണ്. ഇനി 27ാമത്തെ ചോദ്യം എന്താ? ലാ യസിഹു നിക്കാഹു ഇല്ല ഡാഷ് കൊണ്ടല്ലാതെ നിക്കാഹ് സ്വഹീഹാവുകയില്ല. അവിടെ ആ ഡാഷിൻ്റെ അവിടെ ബി നിക്കാഹിൻ എന്നാണോ, ബി വലി എന്നാണോ, ബി ഖാളി എന്നാണോ
നിക്കാഹ് എന്നുള്ള എന്തായാലും വരില്ല. വലിയ കൊണ്ടല്ലാതെ നിക്കാഹ് സ്വഹിഹാവില്ല എന്നാണോ, ഖാദി കൊണ്ടല്ലാതെ നിക്കാഹ് സ്വഹിഹാവുക നമ്മൾ പഠിച്ചത്? ലാ യസിഹു നിക്കാഹു ഇല്ലാ ബി വലിയ്യിൻ എന്നാണ് അല്ലേ. വലിയ കൊണ്ടല്ലാതെ നിക്കാഹ് സ്വഹിഹാവില്ല. 28ാമത്തെ ചോദ്യം, അൽ വലിയു അബുൻ ഫഇന്ദ അദമിഹി ഡാഷ്. വലിയ എന്ന് പറഞ്ഞാൽ പിതാവാണ്. ഇനി അദ്ദേഹം ഇല്ലാതിരിക്കുന്ന സമയം ആരാണ്? അബൂഹു, അദ്ദേഹത്തിൻ്റെ പിതാവ് എന്നാണോ? അമ്മുഹു, അതേപോലെ ഖാലുഹു, ഇതിലാരാണ്? അത് അബൂഹു എന്നുള്ളതാണ് നമുക്കറിയാം. പിതാവില്ലെങ്കിൽ പിതാവിൻ്റെ പിതാവാണ്. ഇനി 29ാമത്തത്, വമിൽ ലവാസിമിൽ അദാലത്തി അൽ ഇസ്ലാമു വത്തക്ലീഫു വ ഡാഷ് എന്ന് പറഞ്ഞാൽ അദാലത്തിൻ്റെ നിബന്ധനകളിൽ പെട്ടതാണ്. വമിൽ ലവാസിമിൽ അദാലത്തി, അദാലത്തിൻ്റെ നിബന്ധനകളിൽ പെട്ടതാണ് അൽ ഇസ്ലാമു, മുസ്ലിം ആവുക എന്നുള്ളത്. അതേപോലെ തക്ലീഫ് ഉണ്ടാവുക. പിന്നെ വൽ എന്താണ്? റുജൂലത്ത്, അഹ്ലിയത്ത്, മുറൂഅത്ത്. ഇതിലെന്താണ്? നമ്മൾ മാന്യത ആണ് പഠിച്ചതല്ലേ. മനുഷ്യത്വമുള്ളവനാവുക എന്നുള്ളതാണല്ലോ പഠിച്ചത്. മനുഷ്യത്വമുള്ളവനാവുക എന്നൊക്കെ പഠിച്ചപ്പോൾ മുറൂഅത്താണ് വേണ്ടത്. മാന്യത എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അൽ ഇസ്ലാമു അത്തക്ലീഫു വൽ മുറൂഅത്തു എന്നാണ് വരിക. ഇനി 30ാമത്തെ ചോദ്യം, മൽ മുറാദു ബി ഹലായിൽ. ഹലായിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹലായിൽ നമ്മൾ നിസാ സൂറത്തിലെ 33ാമത്തെ ആയത്തിലാണ് വരിക. ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും എന്ന് പറഞ്ഞ ആ ഒരു ആയത്തിൻ്റെ ഏകദേശം കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞാൽ വഹലായിൽ അബ്നായിക്കും എന്നുണ്ടല്ലോ. എന്താണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭാര്യമാർ എന്നാണോ, വളർത്തുപുത്രിമാർ എന്നാണോ, പേരമക്കൾ എന്നാണോ? ഭാര്യമാർ എന്നാണല്ലേ. ഭാര്യമാർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 31ാമത്തെ ചോദ്യം വരുന്നത്, ലാ തസിഹുൽ വസിയത്ത് ഫി സായിദിൻ ഡാഷ് ഇൻ റദ്ദഹു വാരിസുൻ എന്നാണ്. ലാ തസിഹുൽ വസിയത്ത് സ്വഹീഹാവുകയില്ല. ഫി സായിദിൻ കൂടിയാൽ അല്ലേ. ഈ എപ്പോൾ ഇവിടെ എത്ര ഒരു കണക്കവിടെ കൊടുക്കേണ്ട, അതിനേക്കാൾ കൂടിയാൽ എന്നാണ്. എപ്പോൾ ഇൻ റദ്ദഹു വാരിസുൻ, അനന്തരാവകാശി തടയുന്ന സമയം. അനന്തരാവകാശിക്ക് ഇഷ്ടമില്ലെങ്കിൽ, അനന്തരാവകാശി തടയാണെങ്കിൽ എത്ര കണക്കിന് കൂടുതൽ നമ്മൾ വസിയത്ത് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. അലാ സുലുസിൻ 1/3, അല്ലെങ്കിൽ അലാ ഖുമുസിൻ 5/1, അലാ റുബുഇൻ 4/1. എന്താണ് പഠിച്ചത് നമ്മൾ? അലാ സുലുസിൻ എന്നാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരിക, ലാ തസിഹുൽ വസിയത്തു ഫി സായിദിൻ അലാ സുലുസിൻ ഇൻ റദ്ദഹു വാരിസുൻ. അനന്തരാവകാശി തടഞ്ഞാൽ 1/3 കൂടുതൽ വസിയത്ത് സ്വഹിഹാവുകയില്ല, വസിയത്ത് ചെയ്യൽ സ്വഹിഹാവുകയില്ല എന്നർത്ഥം വരും. ഇനി 32ാമത്തെ ചോദ്യം എന്താ വരുന്നത്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഅ്ദു യാ ഉനൈസു അല ഇംറഅത്തിൻ ഹാദാ ഫഇൻ ഇഅ്തറഫത് ഡാഷ്. എന്താണ്? ഉനൈസ് എന്നവരോട് പറഞ്ഞല്ലോ, എന്ത്? നീ ആ സ്ത്രീയുടെ അടുക്കലേക്ക് പോവുക, അവൾ കുറ്റസമ്മതം നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവൾ സ്ത്രീകരണം നടത്തുകയാണെങ്കിൽ അവളെ എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ബാക്കി വരുന്നത്. അതിൽ ഫർഹംഹ എന്നാണോ, ഫർജുംഹ എന്നാണോ, ഫഖ്ലിഹ എന്നാണോ? ഫർഹംഹ അവൾക്ക് കരുണ ചെയ്യുക, ഫർജുംഹ അവളെ എറിഞ്ഞു കൊല്ലുക, ഫഖ്ലിഹ അവളെ വധിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണല്ലോ. ഫർജുംഹ എന്നാണ് അവിടെ വേണ്ടത്. ഉഅ്ദു യാ ഉനൈസു അല ഇംറഅത്തി ഹാദാ ഫഇൻ ഇഅ്തറഫത് ഫർജുംഹ എന്നാണ് കേട്ടോ. ഇനി 33ാമത്തെ ചോദ്യം എന്താ വരുന്നത്? ഹൽ യസിഹു തഖ്ലീദു ഷാഫിഇ ഫി മസ്ഹി ബഅ്ദിർ റഅസി വൽ മാലിക്കി ഫി ത്വഹാറത്തിൽ കൽബി ഫി സ്വലാത്തിൻ വാഹിദിൻ. അഥവാ ഒരേ നിസ്കാരത്തിന് വേണ്ടിയിട്ട് നായയെ ശുദ്ധീകരിക്കുന്ന കാര്യത്തിൽ മാലിക്കി മദ്ഹബും തല തടവുന്ന കാര്യത്തിൽ ഷാഫിഈ മദ്ഹബൊക്കെ സ്വീകരിക്കൽ, അതങ്ങനെ ചെയ്യാൻ പറ്റുമോ? ലാ യസിഹു സ്വഹിഹാവുല, യസിഹു സ്വഹിഹാകും, ലാതിരി അറിയൂല. ഏതാണ് അത്? ലാ യസിഹു എന്നുള്ളതാണ്. സ്വഹിഹാവുല അല്ലേ. ഒരു കാര്യത്തിലാണെങ്കിൽ അതിൽ മുഴുവനായിട്ടും ആ മദ്ഹബ് തന്നെ സ്വീകരിക്കണം അല്ലേ. ഒരേ നിസ്കാരത്തിൽ വ്യത്യസ്ത കാര്യങ്ങൾക്ക് വ്യത്യസ്ത മദ്ഹബുകൾ പാടില്ല, ശരിയാവില്ല എന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി 34ാമത്തെ ചോദ്യം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലിം വലൗ ഡാഷ്. നബി തങ്ങൾ പറഞ്ഞു, ഔലിം നീ വലീമത്ത് സദ്യ നടത്തുക, വലീമത്ത് നൽകുക. വലൗ അത് എന്തുകൊണ്ടാണെങ്കിലും ശരി, ബി ബക്കറത്തിൻ ഇപ്പോൾ ഒരു പശുവിനെ കൊണ്ടാണെങ്കിലും
ബിഷാത്തിന് ഒരു ആടിനെ കൊണ്ടാണെങ്കിലും ബിദജാജത്തിൻ ഒരു കോഴിയെ കൊണ്ടാണെങ്കിലും. അതിലിപ്പോൾ ഏതാണ് ശരി? നിബിധങ്ങൾ അബ്ദുറഹ്മാൻ ബിൻ അഫറുല്ലാഹിനെ വിവാഹം ചെയ്ത സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞതാണ് ഔലിം വലൗ ബിഷാത്തിൻ എന്നാണ് പറഞ്ഞത്. ഒരു ആടിനെ കൊണ്ടാണെങ്കിലും വിവാഹ സദ്യ നൽകുക, വിവാഹ സൽക്കാരം നടത്തുക, വലീമത്ത് നടത്തുക എന്നുള്ളത്. ഇനി 35-ാമത്തെ ചോദ്യം, അൽ വലിയുൽ മുജ്ബിറു. മുജ്ബിറായ വലിയ എന്ന് പറഞ്ഞാൽ അതാരാണ്? ഹുവൽ അസബത്തു, അത് അസബയാണ്. ഹുവൽ ഖാലി, അത് ഖാലിയാണ്. ഹുവ, അത് അൽ അബു വൽ ജദ്ദു, ഉപ്പയും വല്ലിപ്പയുമാണ്. മുജ്ബിറായ വലിയ പറഞ്ഞാൽ ആരാണ്? അത് ഉപ്പയും വല്ലിപ്പയാണ് അല്ലേ. അപ്പോൾ ഹുവൽ ജദ്ദു, ഹുവൽ അബു വൽ ജദ്ദു എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. ഇനി 36-ാമത്തെ ചോദ്യം എന്താ വരുന്നത്? ഹൽ യുഅ്തബറുൽ യസാറു ഫിൽ കഫാഅത്തി. ഹൽ യുഅ്തബറു പരിഗണിക്കോ, അൽ യസാർ എന്ത് സമ്പത്ത്, ഏതിൽ? ഫിൽ കഫാഅത്തി ചേർച്ച നോക്കുന്ന, യോജിപ്പ് നോക്കുമല്ലോ. കഫാഅത്തിൽ സമ്പന്നത, സമ്പത്ത് പരിഗണിക്കുമോ? സാമ്പത്തിക കഴിവ് പരിഗണിക്കോ? പല കാര്യങ്ങളും പരിഗണിക്കുമെന്ന് പറഞ്ഞു. അതിൽ സമ്പത്ത് യുഅ്തബറു പരിഗണിക്കും, ലാ യുഅ്തബറു പരിഗണിക്കൂല, ലാ യുകാഫി യോജിക്കൂല എന്നൊക്കെയാണ്. ലാ യുഅ്തബറു എന്നാണ് പരിഗണിക്കൂല, സമ്പത്ത് കഫാത്തിൽ പരിഗണിക്കൂല. അപ്പോൾ ലാ യുഅ്തബറു എന്നാണ് ആൻസർ വരിക. ഇനി 37-ാമത്തെ ചോദ്യം എന്താ? ഖിസ്വാലുൽ കഫാഅത്തി. കഫാഅത്തിൻ്റെ ഘടകങ്ങൾ, കാര്യങ്ങൾ എത്രയാണ്? ഈ സിത്തത്തുൻ 6ആണ്, ഖംസത്തുൻ 5ആണ്, അർബഅത്തുൻ 4ആണ്, ഖംസത്താണ് അല്ലേ. ഖിസാലുൽ കഫാഅത്തി ഖംസത്തുൻ 5 38-ാമത്തെ ചോദ്യം, മാ മന ഹജ്ജാമുൻ. ഹജ്ജാമിൻ്റെ അർത്ഥം എന്താണ്? ഹജ്ജാം അതൊക്കെ നമ്മൾ കഫാഅത്തിൻ്റെ പാഠത്തിൽ പഠിച്ചതാണ്. അത് അവർ യോജിക്കൂല എന്നൊക്കെ പറഞ്ഞ് കണ്ട് പഠിച്ചെന്നല്ലോ. ബാർബറാണോ, കൊമ്പ് വെക്കുന്നവനാണോ, തൂപ്പുകാരനാണോ? ഹജ്ജാം കൊമ്പ് വെക്കുന്നവനാണ്. ഹജ്ജാം കൊമ്പ് വെക്കുന്നവൻ അല്ലേ. 39, മാ വജബ ബി നിക്കാഹിൻ ഔ വത്ത് ഇൻ. വത്ത് കൊണ്ടോ നിക്കാഹ് കൊണ്ടോ ഒക്കെ നിർബന്ധമാകുന്ന ഒരു സംഗതി ഉണ്ട്. എന്താണ്? ഈ നിക്കാഹ് എന്നാണോ, സ്വദാഖ് എന്നാണോ, മുത്തഅത്ത് എന്നാണോ? സ്വദാഖാണതല്ലേ, മഹർ. സ്വദാഖ് നിക്കാഹ് കൊണ്ടോ വത്ത് കൊണ്ടോ നിർബന്ധമാകുന്നത് സ്വദാഖ്. 40-ാമത്തെ ചോദ്യം, ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വആത്തുൻ നിസാഅ സ്വദുഖാതിഹിന്ന ഡാഷ്. വആത്തുൻ നിസാഅ സ്വദുഖാതിഹിന്ന, സ്ത്രീകൾക്ക് അഥവാ ഭാര്യമാർക്ക് അവരുടെ മഹർ നൽകുക, നിങ്ങൾ നൽകുക. എങ്ങനെ? തൃപ്തിയോടെ, സംതൃപ്തിയോടെ നൽകുക എന്നുള്ള ഒരു അർത്ഥം വരുന്ന വാക്കാണ് അവിടെ ചേർക്കേണ്ടത്. അത്തിയത്തൻ എന്നാണോ, നിഹ്ലത്തൻ എന്നാണോ, മഹ്റൻ എന്നാണോ? നിഹ്ലത്തൻ എന്നാണ് അല്ലേ. വആത്തുൻ നിസാഅ സ്വദുഖാതിഹിന്ന നിഹ്ലത്തൻ, അങ്ങനെയാണ് വരിക. 41, ഹുവ മാ യുർഗബു ബിഹി ആദത്തൻ ഫീ മിസ്ലിഹാ നസബൻ വസിഫത്തൻ മിൻ നിസാഇ അസബാത്തിഹാ എന്ന് പറഞ്ഞാൽ അത് ആരാണ് എന്നാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ. തറവാട് കൊണ്ടോ അല്ലെങ്കിൽ ഗുണവിശേഷണങ്ങൾ കൊണ്ടൊക്കെ അവളെപ്പോലെയുള്ള അവളുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആഗ്രഹിക്കപ്പെടുന്നതാണ്. എന്ത്? റള ആണോ, മുത്തഅത്താണോ, മഹറുൽ മിസ്ലാണോ? അത് മഹറുൽ മിസ്ലാണ് അല്ലേ. മഹറുൽ മിസ്ൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ചോദിച്ചോളണമെന്നില്ല, പക്ഷേ ഏത് രൂപത്തിൽ ചോദ്യം വന്നാലും മനസ്സിലാകാനാണ് നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ മഹറുൽ മിസ്ൽ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ആൻസർ വരിക. മാ യുർഗബു ബിഹി ആദത്തൻ ഫീ മിസ്ലിഹാ നസബൻ വസിഫത്തൻ മിൻ നിസാഇ അസ്ബാത്തിഹാ എന്നുള്ളത്. ഇനി 42-ാമത്തെ ചോദ്യം, ഹുക്കുമു ഇഖ്ലാഇ നിക്കാഹി അൻ ദിക്രി സ്വദാഖി. അഥവാ നിക്കാഹിൻ്റെ ആ സമയത്ത് സ്വദാഖിനെ പറയാതിരിക്കുക, അത് ഹറാം. അഥവാ മഹർ, നിക്കാഹിൻ്റെ സമയത്ത് മഹർ പറയാതിരിക്കൽ ഹറാമാണോ, കറാഹത്താണോ, ജായിസാണോ? അത് കറാഹത്താണ്. പറയൽ സുന്നത്താണ്, പറയാതിരിക്കൽ കറാഹത്താണ്. 43-ാമത്തെ ചോദ്യം, മൻ ഖാല ഇന്ന വുജൂബൽ മുത്തഅത്തി മിമ്മാ യഗ്ഫുലു അൻഹു നിസാ. ഇവിടെ അതിനാണ് വരേണ്ടത്, അൻഹു നിസാ. അഥവാ മുത്തഅത്ത് എന്നുള്ളത് നിർബന്ധമാണെന്ന കാര്യത്തിൽ പല സ്ത്രീകളും അശ്രദ്ധരാണ്, അല്ലെങ്കിൽ അറിയാത്തവരാണ്, അശ്രദ്ധരാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അവർക്കത് അറിയിച്ചു കൊടുക്കുക, അവരുടെ ഇടയിൽ അതിനെക്കുറിച്ച് പ്രചരിപ്പിക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ആര് പറഞ്ഞതാണ്? ഇമാം നവവി, ഇമാമു ദഹബി, ഇമാമു ഷാഫിഈ. ഇമാം നവവി റളിയല്ലാഹു പറഞ്ഞതാണ് ഇന്ന വുജൂബൽ മുത്തഅത്തി മിമ്മാ യഗ്ഫുലു അൻഹു നിസാ. കുറച്ചും കൂടി അതിൻ്റെ ബാക്കിയുണ്ട്, അതൊക്കെ പഠിക്കുക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ 44-ാമത്തെ ചോദ്യം,
ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദുഇയ അഹദുക്കും ഇലൽ വലീമത്തി ഡാഷ്. വിവാഹ സൽക്കാരത്തിലേക്ക്, വലീമത്തിലേക്ക് നിങ്ങളാരെങ്കിലും ക്ഷണിക്കപ്പെട്ടാൽ എന്ത് ചെയ്യുക? ഫല്യഅ്കുൽഹാ ഫല്യജ്ഇഹാ ഫല്യഅ്തിഹാ എന്നാണ്. ഫല്യഅ്തിഹാ അവൻ അതിൽ എത്തട്ടെ, അല്ലെങ്കിൽ അവിടെ പങ്കെടുക്കട്ടെ എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാൻ നമ്മൾ ഫല്യഅ്തിഹാ എന്ന് പറയാം. അതാണ് ഹദീസിൻ്റെ ബാക്കി. ഇദാ ദുഇയ അഹദുക്കും ഇലൽ വലീമത്തി ഫല്യഅ്തിഹാ. ഇനി 45-ാമത്തെ ചോദ്യം. മാ ലൈസ മിനൽ വലാഇമിൽ മസ്നൂന. സുന്നത്തായ സൽക്കാരങ്ങളിൽ, വലീമത്തുകളിൽ പെടാത്തത് ഏതാണ്? നമ്മൾ നിക്കാഹിൻ്റെ ആ വലീമത്ത് ആ പാഠത്തിൽ സുന്നത്തായ മറ്റ് സൽക്കാരങ്ങളെക്കുറിച്ച്, വലീമത്തുകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വലീമത്തുൽ ഖിത്താൻ പറയുന്നുണ്ട്. അഥവാ ചേലാകർമ്മം ചെയ്തതിന് ശേഷമുള്ള, അല്ലെങ്കിൽ ചേലാകർമ്മത്തിൻ്റെ ആ സൽക്കാരം. അതുപോലെ തന്നെ വലീമത്തു ഖത്മി ദിറാസ, പഠനം കഴിഞ്ഞതിന് ശേഷമുള്ള സൽക്കാരം. വലീമത്തു ഖുദൂമിൽ മുസാഫിർ, യാത്രക്കാരൻ വന്നതിന് ശേഷം ഉള്ള സൽക്കാരം. അപ്പോൾ ഇതിൽ സുന്നത്ത് ആയതിൽ പെടാത്തത് ഏതാണെന്നാണ് അല്ലേ? വലീമത്തുൽ ഖിത്താന് സുന്നത്താണ്. വലീമത്തു ഖുദൂമിൽ മുസാഫിർ, യാത്രക്കാരൻ്റെ ആഗമനം, അതിനൊക്കെ വേണ്ടി വലീമത്ത് സുന്നത്താണ്. അപ്പോൾ അതിൽ പെടാത്തത് വലീമത്തു ഖത്മി ദിറാസയാണ്, സുന്നത്തല്ലാത്തത്. ഇനി 46-ാമത്തെ ചോദ്യം. നുത്തർജിമു, പരിഭാഷപ്പെടുത്തുന്നതാണ്. വലാ തഖുൻ മൻ ഖാനക. അതിൻ്റെ അർത്ഥത്തിൽ ഏതാ വരിക? നിന്നെ വിശ്വസിച്ചവനെ നീ വിശ്വസിക്കുക എന്നാണോ? നിന്നെ വിശ്വസിച്ചവനെ നീ വിശ്വസിക്കരുത് എന്നാണോ? നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിക്കരുത് എന്നാണോ? അത് വലാ തഖുൻ, നീ വഞ്ചിക്കരുത്, മൻ ഖാനക, നിന്നെ വഞ്ചിച്ചവനെ. അപ്പോൾ അവസാനത്തതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. അദ്ദിൽ അമാനത്ത ഇലാ മനി തമനക്ക അല്ലേ? വലാ തഖുൻ മൻ ഖാനക എന്നാണല്ലോ പഠിച്ചത്, ഓർമ്മ ഉണ്ടാവും. ഇനി 47-ാമത്തെ ചോദ്യം. മിൻ ലവാസിമിൽ അദാലത്തി. അദാലത്തിൻ്റെ നിബന്ധനകളിൽ പെട്ടതാണ് എന്ത്? അൽ കഫാഅത്തു അൽ മുറൂഅത്തു അൽ ബുത്തൂലത്തു. എന്താണ് അദാലത്തിൻ്റെ നിബന്ധനകൾ പെട്ടതാണ്? നമ്മൾ നേരത്തെ വേറൊരു ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു അല്ലേ? അൽ ഇസ്ലാമു വത്തക്ലീഫു വൽ മുറൂഅത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ്? മിൻ ലവാസിമിൽ അദാലത്തി അൽ മുറൂഅത്തു. 48-ാമത്തത്. യുസന്നു അല്ലാ യൻഖുസ അൻ 30 ദിർഹമൻ വല്ലാ തബ്ലുഗ നിസ്ഫ മഹരിൽ മിസ്ലി. അത് മഹറാണോ, സദാഖാണോ, മുത്തഅത്താണോ? അഥവാ മഹറുൽ മിസ്ലിൻ്റെ പകുതി എത്താനും പാടില്ല, എന്നാൽ 30 ദിർഹമിനേക്കാൾ കൂടുതൽ, 30 ദിർഹമിനേക്കാൾ ചുരുങ്ങാനും പാടില്ല, കുറയാനും പാടില്ല. 30 ദിർഹമിനേക്കാൾ കുറയാതിരിക്കുകയോ മഹറുൽ മിസ്ലിൻ്റെ പകുതിയോളം എത്താതിരിക്കുകയോ ചെയ്യേണ്ടത് ഏതാണ്? അൽ മുത്തഅത്തു ആണതല്ലേ? അൽ മുത്തഅത്താണ്. ഇനി 49-ാമത്തത്. മാ മഅന ജുദാമുൻ ബറസുൻ അല തർത്തീബ്. ഈ ജുദാമ്, ബറസ്, ഈ ഓർഡറിൽ ഏതാണ് അതിൻ്റെ അർത്ഥം വരിക? ആദ്യം ജുദാമിൻ്റെ അർത്ഥം വരണം, പിന്നെ ബറസിൻ്റെ അർത്ഥമാണ്. എന്താണ് അത്? കുഷ്ഠം വെള്ളപ്പാണ്ട് എന്നാണോ? അന്ധൻ വെള്ളപ്പാണ്ട് എന്നാണോ? വെള്ളപ്പാണ്ട് എന്നാണോ? എന്താണ്? ഫസ്റ്റത്തെയാണ് കുഷ്ഠം. ജുദാമ് പറഞ്ഞാൽ കുഷ്ഠം, കുഷ്ഠരോഗം അല്ലേ? ബറസ് പറഞ്ഞാൽ വെള്ളപ്പാണ്ട്. അപ്പോൾ ആദ്യത്തേതാണ് വരിക. ഇനി അവസാനത്തെ 50-ാമത്തെ ചോദ്യം. എന്താണ്? അൽ അഖ്ദു ബി ലവാഹിരിൽ കിതാബി വസുന്ന. ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും പ്രത്യക്ഷമായത്, ബാഹ്യത്തിലുള്ളത് സ്വീകരിക്കൽ. അത് മിൻ ഉസൂലി അഹ്ലി സുന്ന, അഹ്ലി സുന്നത്തിൻ്റെ അടിത്തറകളിൽപ്പെട്ടതാണ്. മിൻ ഉസൂലിൽ കുഫ്റിൻ്റെ അടിത്തറയിൽപ്പെട്ടതാണ്. മിൻ ഹറാമിൽപ്പെട്ടതാണ്. എന്താണ്? അൽ അഖ്ദു ബി ലവാഹിരിൽ കിതാബി വസുന്നത്തി മിൻ ഉസൂലിൽ കുഫ്രി എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് കുഫ്റിൻ്റെ അടിത്തറകളിൽപ്പെട്ടതാണ്. ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും പ്രത്യക്ഷമായത് സ്വീകരിക്കൽ എന്താണ്? ഉസൂലുൽ കുഫ്റാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.